ഹായ് ഫ്രണ്ട്സ്, ഇത് പോണ്ടിച്ചേരിയിലെ പോണ്ടി മെറീന ബീച്ചാണ്. ഞങ്ങളിന്ന് അവിടെ ബോട്ടിങ്ങിനായിട്ട് പോവാണ്. അവിടെ ഇതല്ലാതെ തന്നെ വേറെ ബോട്ടിംഗ് സെൻറ്ററൊക്കെ ഉണ്ട്. ഇവിടെ ഒരാൾക്ക് വെച്ചിട്ടാണ് ചാർജ് ഈടാക്കുന്നത്. ഒരാൾക്ക് 500 രൂപയാണ് ഇവിടെ ചാർജ് ഉള്ളത്. നമ്മൾ തന്നെ കുറച്ച് പേരുണ്ടായിരുന്നു. നമ്മളെ കൂടാതെ 2 കപ്പിൾസ് വേറെ ഉണ്ടായിരുന്നു. നോർത്തിലുള്ളവരാണെന്ന് തോന്നുന്നു. സേഫ്റ്റിക്കായിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള ലൈഫ് ജാക്കറ്റ് പ്രത്യേകമുണ്ട്. ഇത് എൻ്റെ ആദ്യത്തെ ബോട്ട് യാത്രയാണ്. ഇത് അവിടുത്തെ ഹാർബറാണ്. ഫിഷിംഗ് ബോട്ടുകളാണ് ഇതൊക്കെ. ഈ ഒരു ഭാഗം കടലും കായലുമായിട്ട് ചേരുന്ന ഒരു ഭാഗമാണ്. കടലിലേക്കുള്ള ഫിഷിംഗ് ബോട്ടുകളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ ബോട്ടിംഗ് സെൻറ്ററുകൾ ഓരോ പാക്കേജുകൾ പറയുന്നുണ്ട്. ഇന്ന സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, ഇന്നതൊക്കെ കാണിച്ചു തരുന്നുണ്ടെന്നൊക്കെ. നേരം 5 മണിക്കാണ് ഞങ്ങളുടെ ബോട്ട് യാത്ര ആരംഭിച്ചത്. ഇത് 1 മണിക്കൂറത്തെ ബോട്ട് യാത്രയാണ്. അതിൽ ഹാർബർ വരുന്നുണ്ട്. പിന്നെ അരിക്കോട് എന്നുള്ള സ്ഥലത്ത് ഒരു 20 മിനിറ്റ് നമുക്ക് സ്റ്റേ ഉണ്ട്. അവിടെ എന്തോ കാണാനായിട്ടൊക്കെ. അല്ലാതെ മാൻഗ്രേവ് എന്ന് പറഞ്ഞ ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അതിനുള്ളിലേക്കൊരു യാത്രയുണ്ട്. വൈകിട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ അസ്തമനം കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ പോകുന്നത് ഈ മാൻഗ്രേവ് എന്നുള്ള സ്ഥലത്തേക്കാണ്. ഇതുവഴി ചെല്ലുമ്പോൾ ബോട്ട് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. വലിയൊരു കായലിൽ നിന്ന് ചെറിയൊരു ഇടുങ്ങിയ ഒരു വഴി കൂടെ പോകുന്ന പോലെയാണിത്. ഈ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. കായൽ വഴി കാട്ടിനുള്ളിലേക്ക് പോകുന്ന ഒരു ഫീലാണ് കേട്ടോ ഇവിടുന്ന് കിട്ടുന്നത്. ഭാഗത്തുകൂടി പോകുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരും. നമ്മുടെ മോഹൻലാലിൻ്റെ മാന്ത്രികം സിനിമയിൽ ഇതുപോലെ ഒരു സ്ഥലത്തൂടി പോകുന്നൊരു സീനുണ്ട്. നമുക്ക് അതാണ് ഓർമ്മ വരുന്നത് ഇതുവഴി പോകുമ്പോൾ. നല്ലൊരു BGM ഒക്കെ ഉള്ള ആ ഒരു ഓർമ്മയാണ് നമുക്ക് ഈ യാത്രയിൽ തോന്നുന്നത്.
ഇത് അരിക്കോട് എന്നുള്ള ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ ബോട്ട് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യും. നമുക്ക് ഇതിനുള്ളിൽ പോയി എല്ലാം കണ്ടിട്ട് തിരികെ വരാനായിട്ട് 20 മിനിറ്റ് സമയം തരുന്നുണ്ട്. ഇതിനുള്ളിൽ പോകുമ്പോൾ എന്താ കാണുന്നതെന്നുള്ള വീഡിയോ ഞാൻ മറ്റൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. തിരികെ വന്നതിന് ശേഷം ഇനി നമ്മൾ കടലിലേക്കാണ് പോകുന്നത്. അസ്തമന സമയമായിട്ടുണ്ട്. പോണ്ടിച്ചേരിയിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബോട്ടിംഗ് പോകാനായിട്ട് ശ്രമിക്കുക. അതും ഈ 5 മണിക്കുള്ള ട്രിപ്പ് തന്നെ ചൂസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. കാരണം അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് ഈ സമയത്ത് നമുക്ക് കിട്ടുന്നത്. കടലും കായലുമായിട്ട് ചേരുന്ന ആ ഭാഗത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് നിർത്തി തരുന്നുണ്ട് അസ്തമനം നന്നായിട്ട് ആസ്വദിക്കാനായിട്ട്. അഞ്ച് മണിക്ക് തുടങ്ങി ഒരു 6:15 മണിയായിട്ടുണ്ട് ഞങ്ങൾ തിരികെ എത്താനായി. നല്ല രീതിയിൽ ആസ്വദിച്ച ഒരു ബോട്ടിംഗ് യാത്രയായിരുന്നു ഇത്. നല്ല രീതിയിൽ തന്നെ നമുക്ക് അസ്തമനവും കാണാനായിട്ട് സാധിച്ചു. അതും ആ ബോട്ടിലിരുന്നിട്ടുള്ള ഒരു കാഴ്ച. നിങ്ങൾക്കും കുറച്ചെങ്കിലും ഇത് ആസ്വദിക്കാൻ സാധിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.